മലയാളത്തിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ നിരവധി ഓണപ്പാട്ടുകളുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ഓണപ്പാട്ടുകൾക്ക് ഈണം നൽകിയത് ബംഗാളിയായ സലിൽ ചൗധരി. ബംഗാളി നാടൻ പാട്ടിൽ നിന്ന് കടം കൊണ്ട ഈണങ്ങൾ നമ്മുടെ ഓണപ്പാട്ടിനെ എന്നും സമ്പന്നമാക്കും. മലയാളിയല്ല, എന്നാൽ മലയാളിത്വത്തെ ഓമനിച്ചും മലയാളി പെരുമയെ വാഴ്ത്തിയും പാട്ടുകൾ തയ്യാറാക്കി. മലയാളി സംഗീത സംവിധായകരെ പോലും കവച്ചു വയ്ക്കും വിധം പാട്ടുകൾ ഒരുക്കിയ ആൾ മറ്റാരുമല്ല, ബംഗാളിയായ സലിൽ ചൗധരി. സലിൽദ എന്ന് മലയാളികൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന സലിൽ ചൗധരിയുടെ സംഗീത മാസ്മരികത പതിഞ്ഞ കുറേയേറെ മലയാള ഗാനങ്ങളുണ്ട്. ചെമ്മീനിലേതടക്കം മലയാളിത്തം നിറഞ്ഞു കവിഞ്ഞ ആ സിനിമാ പാട്ടുകൾ മലയാളി എത്ര തലമുറ പിന്നിട്ടാലും മറക്കില്ല. ഓണപ്പാട്ടുകൾ ഒരുക്കിയപ്പോഴും മലയാള തനിമ ഒട്ടും ചോരരുതെന്ന നിർബന്ധം അദ്ദേഹം പുലർത്തി. 2 പാട്ടുകൾ ഓണം വന്നാൽ മലയാളിയുടെ ചുണ്ടിൽ ഓടിയെത്തും. അതിലൊന്ന് വിഷുക്കണിയിലെ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ടാണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. യേശുദാസ് നയിക്കുന്ന സംഘഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി. രണ്ടാമത്തെ പാട്ട് ഓണപ്പൂവേ ഓമൽ പൂവേ എന്ന ONVയുടെ വരികൾ. നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേരളത്തിൻ്റെ പ്രകൃതി വൈഭവത്തിലേക്കുള്ള വിളിപ്പാട്ട് കൂടിയാണ്. 2 പാട്ടിലും നായകൻ പ്രേംനസീർ. രണ്ടിൻ്റെയും ഈരടികളായി ഉപയോഗിച്ചതാകട്ടെ തനി ബംഗാളി നാടോടിപ്പാട്ടിൽ നിന്ന് കടം കൊണ്ട ഈണങ്ങളും.